ഇറ്റ്സ് മീ കൈസ് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്റെ കല്യാണം പുതുതായിട്ട് കഴിഞ്ഞു പറഞ്ഞു. നീ ഈ കല്യാണം കഴിഞ്ഞ കെട്ടിയോൾക്കും നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ പച്ചിറച്ചി തിന്നിട്ട്, നീ എത്തിയും കുട്ടികളുടെ പച്ചിറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവല്ലേ, നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല. അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നീ ഒരുപാട് പോവില്ല. അപ്പൊ ഷാജി ഇനി പുള്ളിക്കാരിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. കാരണം അമ്മാതിരി അപരാധങ്ങളാണല്ലോ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്ന് പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്നത്. എത്ര പറഞ്ഞിട്ടും അതിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് എന്നെ മൈൻഡ് ആക്കേണ്ട, ഒഴിവാക്കി വിടാമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാരി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കെതിരെ പുള്ളിക്കാരി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സബ്സ്ക്രൈബർ വഴിയാണ് ഞാൻ ആ വീഡിയോ അറിയുന്നത്. എന്തായാലും ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് കേട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കെതിരെ ഒരുപാട് ആളുകൾ പല വീഡിയോസും ചെയ്യാറുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല. പക്ഷെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ചിലത് ഞാൻ പ്രതികരിക്കും. അത് നമ്മൾ പ്രതികരിച്ചല്ലേ പറ്റൂ. അങ്ങനെ ലിമിറ്റ് ക്രോസ് ചെയ്ത് ഒന്നായിട്ട് ഷാജിയുടെ വീഡിയോ എനിക്ക് തോന്നി. അപ്പൊ പിന്നെ രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. സംഭവം എല്ലാവർക്കും അറിയാം ഷാജിയെ കുറിച്ച്. പണ്ട് ഞാൻ നല്ലത് പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരാളായിരുന്നു. അവര് ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ്, 5 മക്കളും ഉണ്ട്. അപ്പൊ പണ്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്കെന്തോ അവരോട് ഭയങ്കര സഹതാപമൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവര് പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴല്ല മനസ്സിലായത് ഇവര് ഭൂലോക ഫ്രോഡാണെന്ന്. അതോടെ ഞാൻ ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല മറ്റു പല റിയാക്ഷൻ വ്ളോഗേഴ്സും സംസാരിക്കാൻ തുടങ്ങി. അതോടെ ഇവരോട് ഉടായ്പ പരിപാടികളൊന്നും വില പോകാതെയായി. സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ദേഷ്യം കാണുമല്ലോ. അത് പുള്ളിക്കാരി പല രീതിയിലും പ്രകടിപ്പിക്കാൻ നോക്കിയിട്ടുമുണ്ടായിരുന്നു. അന്നൊക്കെ പുള്ളിക്കാരി ഏറെ കയറലായിരുന്നു പതിവ്. എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മയുമായിട്ട് ഷാജിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? യൂട്യൂബ് ചാനൽ വന്നിരുന്ന കാണിച്ചിട്ട് സ്വന്തം ഉമ്മനെ നാട്ടിക്കുന്ന പരിപാടിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ അതൊന്നും വില പോയില്ല. നമ്മളതെടുത്ത് നല്ലോണം എക്സ്പോസും ചെയ്തു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഷാജിക്ക് എന്നോടുള്ള ദേഷ്യം കൂടല്ലോ. ഞാൻ കാരണമായിട്ട് ഇവരുടെ ഒരു ഫ്രോഡ് പരിപാടി ഇവർക്ക് നടത്താൻ പറ്റുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഷാജിദയുടെ വീഡിയോ ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഷാജിദയുടെ ചില നിലപാടുകളോട് ആർക്കും യോജിക്കാൻ കഴിയില്ല. ശരിയാണ്, 5 മക്കളെ വളർത്തുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. അതൊക്കെ സഹതാപത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടി പുള്ളിക്കാർ ചെയ്തു കൂട്ടുന്നത് തറ പരിപാടി തന്നെയാണ്. അപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നവർ ഇതൊക്കെ കാണുന്ന സമയത്ത് റിയാക്ഷൻ ചെയ്യും. അതിന് അവരുടെ വീട്ടിലിരിക്കുന്നവരെയോ കുടുംബക്കാരെയോ ഒന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ കൈസിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കണ്ടതാണ്. ഇപ്പോൾ കൈസ് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ. കൈസിൻ്റെ വീഡിയോയിൽ കൈസ് എവിടെയും ആ എത്തിയ മക്കളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഷാജിദ ചെയ്ത പ്രവൃത്തികളെ മാത്രമാണ് പുള്ളിക്കാരൻ അവിടെ പറയുന്നുള്ളൂ. അപ്പം ഷാജിദ കൈസിന് ഇങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അതിനെതിരെയാണ് കൈസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തിൻ്റെ പേരിലാണ് ഷാജിദ ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം ഞാനിട്ട വീഡിയോയിൽ ഒരുപാട് ആളുകൾ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ നെഗറ്റീവ് ഞാൻ സപ്പോർട്ട് ചെയ്ത വീഡിയോയിൽ എന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്, അവൾ പക്കാ ഫ്രോഡാണ് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് എന്നാലും എന്താണ് ആ ഉമ്മ അവളെ കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവിടെ അത്രമാത്രം അനുഭവിക്കുന്നുണ്ടെന്നുള്ള തരത്തിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. എന്താണ് കുറച്ച് ഇതായിക്കോട്ടെ, എന്താണ് നമ്മുടെ ആ ഒരു സഹതാപം, ഞാനൊരു പെണ്ണാണ്, അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ പുള്ളിക്കാർ നിരന്തരം എന്താ പറയുക, അഹങ്കാരത്തിൻ്റെ ധ്വനിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഓരോ വീഡിയോസുകൾ എടുത്തു നോക്കുമ്പോഴും ഓരോ ലൈവ് എടുത്ത് നോക്കുമ്പോഴും പുള്ളിക്കാർ എല്ലാവരും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോസുകൾ മാത്രമാണ് ചെയ്യുന്നത്. എന്താണ്, നിനക്ക് എല്ലാവരും കുറ്റം പറയുക, അപ്പം നീ കാണിക്കുന്ന പ്രവൃത്തികൾ വേറെ ആർക്കും വിളിച്ച് പറയാൻ പാടില്ല എന്നാണ് ഷാജിദ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കൈസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ ഷാജിദ കൈസിൻ്റെ വൈഫിനെയൊക്കെ പറയുന്നുണ്ട്, വീട്ടുകാരെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഇറ്റ്സ് മീ കൈസ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്നെ നല്ല വാനോളം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നീ ഒരേറ്റ അടിക്ക് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം. പണ്ട് നിങ്ങൾ നല്ലൊരു സ്ത്രീയാണെന്ന് കരുതി നിങ്ങളോട് സാധാപൊക്കെ തോന്നിയിട്ടാണ് നിങ്ങളെ കുറിച്ച് ഞാൻ നല്ലത് പറയാൻ തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡ് സ്ത്രീ വേറെ ഇല്ലാന്ന്. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ തായിട്ട് അത്രേ ഉള്ളൂ. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാരും അങ്ങനെ തന്നെയാണ്. അത് സ്വന്തം കയ്യിലിരിപ്പോണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഷാജിദയ്ക്ക് ഇല്ലാന്ന്. ഞങ്ങളുടെയൊക്കെ പച്ചിറച്ചി തിന്നിട്ട്, നീ എത്തിയും കുട്ടികളുടെ പച്ചിറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവല്ലേ, നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല. അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നീ ഒരുപാട് പോവില്ല.
അല്ലെങ്കിലും എനിക്ക് ഒരുപാട് ഉയരങ്ങൾ എത്തണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞ കാര്യം, നീ നിന്റെ കുട്ടികൾക്കും കെട്ടികൾക്കും ഞങ്ങളുടെ പച്ചർച്ചി അല്ല എത്തിയും കുട്ടികളുടെ പച്ചർച്ചി കൊണ്ട് വാങ്ങി കൊടുക്കുന്ന സംഭവം അത് ഒരുപാട് കാലം മുന്നോട്ട് പോയില്ല എന്ന്. ഞാൻ എവിടെയും നിങ്ങളുടെ എത്തിയ മക്കളുടെ പച്ചർച്ചി തിന്നിട്ടില്ല. നിങ്ങളെ എത്തിയ മക്കളെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ അവരെ കുറിച്ച് എവിടെയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചത് മുഴുവനും നിങ്ങളെ കുറിച്ചാണ്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഞാൻ ഷാജിദ വെല്ലുവിളിക്കാണ്. ഞാൻ എവിടെയെങ്കിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഞാൻ എഴുതി ഈ പരിപാടി അവസാനിപ്പിച്ച് ചെയ്യാൻ പോകും. ഉറപ്പായിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളുടെ മക്കളെ കുറിച്ച് മോശമായിട്ട് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. അതന്നെ സംഭവം. അപ്പൊ ചുമ്മാ അനാവശ്യമായി മക്കളെ പറയാത്ത വിഷയങ്ങളിൽ മക്കളെ വലിച്ചു കേൾക്കാൻ നോക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഷാജിദയെ കുറിച്ചിട്ടാണ്. ഇനി ഷാജിദയുടെ പച്ചർച്ചി ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഊളത്തരങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഷാജിദ കാണിച്ചു കൂട്ടുന്നതിനെ കൊണ്ട് തന്നെയാണ്. ഒന്നും വേണ്ട, ഷാജിദ ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ ഒന്ന് ഷാജിദ എടുത്തു നോക്കി. അതിൽ വരുന്ന 90% കമന്റുകളും ഷാജിദനെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ്. അതിനർത്ഥം ഈ കമന്റ് ബോക്സിൽ വരുന്ന എല്ലാവരും ഷാജിദനെ പച്ചർച്ചി തിന്നാണെന്നാണോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഷാജിദന്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെന്റെ ചാനലിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. അതിന് ഷാജിദയ്ക്ക് ഏത് പേഴ്സ്പെക്റ്റീവ് വേണമെങ്കിലും എടുക്കാം. ഉള്ളത് പറയാലോ, ഇവര് മാനിപ്പുലേറ്റ് ചെയ്യാൻ ബഹുമിടിക്കുകയാണ്. ഇവർക്ക് ശത്രുത തോന്നുന്ന എല്ലാവർക്കെതിരെയും ഇവരിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഉമ്മോനോടാണെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും. അവരോട് ദേഷ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ നേരെ ഫോണിന്റെ ക്യാമറ ഓൺ ആക്കും. എന്നിട്ട് ഒരു കരച്ചിലാണ്, അയ്യോ എന്നെ ഒറ്റപ്പെടുത്തുന്നത്, എന്റെ മക്കളെ ഒറ്റപ്പെടുത്തുന്നത്, എന്നെ തല്ലിയ എന്നെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നേരെ യൂട്യൂബിൽ അങ്ങ് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇവരോട് സാധാരണ കാണിക്കാൻ കുറച്ച് ആൾക്കാരും. അതാണ് വേറെ കോമഡി. ഇത്രയൊക്കെ ഫ്രോഡത്തരം കാണിച്ചിട്ടും ഇവരുടെ താഴെ ചില കമന്റുകൾ വരാറുണ്ട്. പാവട്ടോ 5 മക്കളെ കൊണ്ട് ഇനി ഇവർ എന്ത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. അവരോടൊക്കെയാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ദേഷ്യം തോന്നി പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഷാജിദ മാതിരി പരിപാടികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഈ കേസ് തന്നെ എടുത്തു നോക്കി. ഞാൻ ഇവർക്കെതിരെ സംസാരിച്ചപ്പോൾ ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് എന്താക്കി കാര്യങ്ങൾ ഇവരുടെ മക്കൾക്കെതിരെ എത്തി മക്കൾക്കെതിരെ ഞാൻ സംസാരിച്ചു എന്നാക്കി. ഇങ്ങനെയാണ് ഇവർ ഓരോ കാര്യങ്ങളും എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും എന്നെ ശപിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ച് ഷാജിദയോട് ഒരു കാര്യം പറയാണ്. നിങ്ങൾ സ്വന്തം ഉമ്മയെ പബ്ലിക്കിന് മുന്നിൽ വളരെ മോശപ്പെട്ടവളായി ചിത്രീകരിക്കാൻ നോക്കിയവളല്ലേ. എന്തായാലും അമ്മാതിരി തമ്മാടിത്തരങ്ങളൊന്നും ഞാൻ എവിടെയും കാണിച്ചിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വന്തം ഉമ്മാന്റെയും ശാപം വാങ്ങിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്റെ ഭാര്യ ഇതിലേക്ക് വലിച്ചയച്ചത് അതെന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടതാണെന്നുള്ളത് എനിക്ക് നല്ലോണം മനസ്സിലാക്കണം. ഷാജി അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ട് കണ്ടോ. അപ്പോൾ അത്രത്തോളം കൈസ് ഇതോടുകൂടിയാണ് ആ കൈസ് പറയുന്നത്. ഞാൻ എന്താണ് ഞാൻ എത്തിയ മക്കളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാനൽ നിർത്തിയിട്ട് തന്നെ ഞാൻ പോവാം, നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചതാ, ഞാൻ നിർത്തിയിട്ട് പോവാം എന്നാണ് പറഞ്ഞത്. അപ്പം അത്രത്തോളം കൈസിനിതായി എന്താ പറയുക, ഓരോ റിയാക്ഷൻ ചെയ്യുന്നവരും ഈ പുള്ളിക്കാരിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നത്. അല്ലാതെ ആരും അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്നില്ല. ഈ പുള്ളിക്കാരി പറഞ്ഞതും അതുപോലെ കള്ളക്കഥ മെനയുന്നതൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ആ ഉമ്മ ഇത്രയും എല്ലാ മക്കളും ഒരുപോലെ കാണണമല്ലോ എന്നുള്ള രീതിയിലാണ്. ആ പുള്ളിക്കാരി കരച്ചിൽ കണ്ടപ്പോൾ ഏതൊരു പെണ്ണും കരയുന്നത് കാണുമ്പോൾ നമുക്കൊരു സഹതാപം തോന്നില്ല. ആ ഒരു രീതിയിലാണ് എനിക്കും ആ ഒരു സഹതാപം തോന്നിയത്. പുള്ളിക്കാരിയുടെ അതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു. അതിന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് പേര് എൻ്റെ ഇത് പറഞ്ഞു കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് വട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവൾ ഫുള്ള് ഡ്രാമയാണ്, എന്താണ് നിങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സാണ് അവരെ ഇങ്ങനെ ഇതാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൾക്ക് ഇത്ര അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ആ മക്കളെ വെച്ചിട്ട് അവൾ കരണമെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്കെന്തോ സഹതാപം തോന്നി, സങ്കടം തോന്നി. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവരെ വെച്ച് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൈസിന് ഇവള് ഈ ഒരു വെല്ലുവിളി നടത്തരുത് എന്നായിരുന്നു എനിക്ക് പറയാനുള്ളത്. എന്താ ചോദിച്ചാൽ എന്താണ്, ആരുടെയും പിൻബലം ഇല്ലാതെ ഒരു ഇതിൽ അവൾ ഇത്രത്തോളം ഒന്നും അല്ലാതെ നിൽക്കുന്ന സമയത്ത് ഈ കൈസും അതുപോലെ പല യൂട്യൂബേഴ്സും വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇവളുടെ വീഡിയോസ് എടുത്തിട്ടിട്ട് അവരൊരു പരിധിവരെ ഇവിടെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് തന്നെയാണ് ഈ പുള്ളിക്കാരി ഈ ഒരു ലെവലിൽ എത്തിയതും. ഒരുപാട് പേര് ഇവിടെ റിയാക്ഷൻ ചെയ്തിട്ട് തന്നെയാണ് ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ പോയതും ആ പുള്ളിക്കാരി ഇത്രയും റീച്ചിൽ എത്തിയതും. അല്ലാതെയൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല. അപ്പം ആ ഒരു ഇതിൽ നിൻ്റെ നല്ലത് കണ്ടപ്പോൾ അവരതെടുത്ത് സപ്പോർട്ട് ചെയ്തു. ഇപ്പം നിൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കുകളാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ ഷാജിദെടുത്തു. അതിൽ വരുന്ന 90% കമന്റുകളും ഷാജിദനെ തെറി പറഞ്ഞുള്ള കമന്റുകളാണ്. അതിനർത്ഥം ഈ കമന്റ് ബോക്സിൽ വരുന്ന എല്ലാവരും ഷാജിദനെ പച്ചർച്ചി തിന്നാണെന്നാണ്. അറിയാത്തോട് ഷാജിദന്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെന്റെ ചാനലിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. അതിന് ഷാജിദയ്ക്ക് ഏത് പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലും ഉള്ളത് പറയുന്നത് ഇവര് മാനിപ്പുലേറ്റ് ചെയ്യാൻ പിടിക്കാൻ. ഇവർക്ക് ശത്രുത തോന്നുന്ന എല്ലാവർക്കെതിരെ ഇവരിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് മോനോടാണെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരോടാണെങ്കിലും ആരോടാണ്. അവരോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ
നേരെ ഫോണിന്റെ ക്യാമറ ഓണം. എന്നിട്ട് ഒരു കരച്ചിലാണ്, അയ്യോ എന്റെ ഒറ്റപ്പെടുത്തുന്നത്, എന്റെ മക്കൾ ഒറ്റപ്പെടുത്തുന്നത്, എന്റെ തല്ലി എന്നെ കൊന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരെ യൂട്യൂബിലൊക്കെ എന്നിട്ട് നമുക്ക് കാണിക്കുക ഇവരോട് സാധാരണ കാണിക്കാൻ നോക്കാം. അതാണ് വേറെ പോകും. ഇത്രയൊക്കെ പ്രവർത്തനം കാണിച്ചിട്ടുണ്ട്. ഇവരുടെ താഴെ ചില കമ്പനികൾ വരാൻ പാവട്ടോ 5 മക്കളെ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അവരോടൊക്കെയാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ദേഷ്യം തോന്നി. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഷാജിദ മാതിരി പരിപാടികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഈ കേസിനെടുത്തു ഞാൻ ഇവർക്കെതിരെ സംസാരിച്ചു. ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കാര്യങ്ങൾ ഇവരുടെ മക്കൾക്കെതിരെ, മക്കൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവർ ഓരോ കാര്യങ്ങളും എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത്. എന്തായാലും എന്നെ ശപിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ച് ഷാജിദയോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ സ്വന്തം ഉമ്മയെ പബ്ലിക്കിന് മുന്നിൽ വളരെ മോശപ്പെട്ടവരായി ചിത്രീകരിക്കാൻ നോക്കിയവളെ എന്തായാലും അമ്മാതിരി തമ്മാടിത്തരങ്ങളൊന്നും ഞാൻ എവിടെയും കാണിച്ചില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വന്തം ഉമ്മാന്റെ ശാപം വാങ്ങിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെയാണ്. ഞാൻ സത്യമാണ്. ഉമ്മാനെ വെച്ചിട്ടാണ് അവൾ ഇത്രത്തോളം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വന്തം ഉമ്മ എങ്ങനെ തന്നെ കാണിച്ചത്. ഞാൻ അന്നും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉമ്മ എന്തോ കാണിക്കട്ടെ, അതിനെ വീഡിയോ എടുത്തിട്ട് ഇടരുതായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. തള്ള അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് അന്ന് അതിൽ പറയുന്നുണ്ടായിരുന്നത്. കൈസ് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് വേറെ പണിയില്ല, ഷാജിദാനെ വെറുതെ വിടും, ആ എത്തി മക്കളെ വെച്ച് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട്. നമ്മൾ എത്തി മക്കളെ ഒന്നും പറയുന്നില്ല, ആ മക്കൾ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത്. അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവർ നിങ്ങൾ ഷാജിദയെ ഉപദേശിക്കുക. ഇതെല്ലാം നിങ്ങളുടെ മക്കൾ കണ്ടല്ലേ വളരുന്നത്. മക്കൾ കാണുമ്പോൾ ആ മക്കളുടെ ഭാവി ഒന്ന് ചിന്തിച്ച് നോക്കുക, ആ മകൻ്റെ ഭാവി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതൊക്കെ കണ്ടിട്ടാണ് ആ മോൻ്റെ മാർക്ക് തന്നെ കുറഞ്ഞിരിക്കുന്നത്. നല്ല മാർക്കോടുകൂടി നിന്നിട്ടുണ്ടായിരുന്ന ആ മോന് ഇപ്പോൾ വെറും D+ ഒക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം ഇത് ഞങ്ങൾ വീഡിയോ ഇട്ടത് കൊണ്ടല്ല ആ മോൻ്റെ ഇത് കുറഞ്ഞത്. ആ വീട്ടിൽ സംഭവിക്കുന്ന അവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ആ മോന് ഇത്രയും മാർക്കുകൾ കുറഞ്ഞതും ആ മോന് ഈ ഒരു ലെവലിൽ എത്തിയതും ഇവൾക്ക് ഇത്രയും കള്ളക്കരച്ചിൽ കരയേണ്ട അവസ്ഥ വന്നതും. അത് അവനവൻ വരുത്തിയതാണ്, അല്ലാതെ ഞങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നവരല്ല ആ ഒരു അവസ്ഥ കൊണ്ട് എത്തിച്ചത്. അല്ലാതെ അതുമല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിൽ ഉള്ളവരും അല്ല ആ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത്. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിത്തത്തിലും ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലാതെ കുടുംബത്തിൽ സ്വസ്ഥത കൊടുക്കാതെ ഷാജിദ തന്നെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മക്കളെ അറിയിക്കാറുണ്ട്. ആ മക്കളെ അറിയിക്കുന്ന സമയത്ത് ആ മക്കളുടെ ഭാവി തന്നെ തൊലയും. നമ്മളൊരു പരിധിവരെ മക്കളെ ഒന്നും അറിയിക്കരുത്. നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ഒതുക്കണം. എല്ലാം അറിയിച്ച് എല്ലാവരും കുറ്റം പറഞ്ഞ് ആ മക്കൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഉമ്മക്ക് ആരും സപ്പോർട്ടില്ലല്ലോ, ആ ഉമ്മ അപ്പോൾ അവിടെ എന്ത് അവസ്ഥയിലായിരിക്കും, എന്ത് തന്നെയാണെങ്കിലും പെറ്റ ഉമ്മയല്ലേ. അപ്പോൾ ആ മക്കൾക്ക് ആ ഒരു വേദന ഉണ്ടാവും. അത് കണ്ടാണ് ആ മക്കൾ വളരുന്നത്. അത് ഷാജിദ കുറച്ചുകൂടെ മനസ്സിലാക്കണം. ഓരോ വീഡിയോസിലെടുത്ത് നോക്കുമ്പോഴും ഷാജിദ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഷാജിദാന് ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല അന്ന്. ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. അതിന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വെറുതെ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവൾക്ക് വട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. ഇത്രയും സപ്പോർട്ട് ചെയ്യരുതായിരുന്നു എന്ന് തോന്നിയത് പിന്നീടാണ്. ആ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് എനിക്കിത് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും മക്കളെ വളർത്തുന്നത് ശരിയാണ്, എല്ലാം കൊടുത്ത് മക്കളെ വളർത്തുന്നുണ്ട്. പക്ഷേ നല്ലൊരു സിറ്റുവേഷൻ നമ്മൾ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇതാവണം. ആ ഒരു അവസ്ഥ മക്കൾക്ക് അവിടെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കോളണം. പിന്നെ അവിടെ നിൽക്കരുത്. ഇപ്പോൾ നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട്, നല്ലൊരു വരുമാനമുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് മക്കൾ ആൺമക്കളാണ്, അവൾ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് എനിക്ക് ആൺമക്കളാണ്. അപ്പോൾ ആ ആൺമക്കളെയും കൊണ്ട് അന്തസ്സായിട്ട് വേറൊരു വീടെടുത്ത് താമസിക്കാമല്ലോ. എന്തിനാ പിന്നെ ആ ഉമ്മാൻ്റെ ശാപവാക്കുകൾ കേട്ട് അവിടെ ഇരിക്കുന്നത്? ആദ്യം നമ്മുടെ ഉമ്മമാരുടെ പൊരുത്തം വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർ. പിന്നെ ഉമ്മമാർക്കും കുറച്ചൊക്കെ കടമകളുണ്ട്. ഒരു ഇതുവരെ എടുത്തു നോക്കുന്ന സമയത്ത് ഞാനും പാലക്കാടാണ്. അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ ഷാജിദയുടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി ഓരോന്നും വരുത്തി തീർക്കും. ഇപ്പോൾ ആ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യം ശത്രുതയുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ കള്ളക്കഥകൾ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കി അത് വേറൊരു രീതിയിലാക്കും എന്നാണ് ആ പുള്ളിക്കാരിൻ്റെ ഒരു സ്വഭാവം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം ഉമ്മാനെ വരെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പുള്ളിക്കാരുടെ ആ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കും. ശരിയാണ്, മക്കളെ തള്ളിക്കളയുന്ന, മക്കളെ ഉപേക്ഷിക്കുന്ന, മക്കളെ കൊന്നുകളയുന്ന, മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാത്ത എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ അമ്മമാരുണ്ട്. അവരെ ഞാനിതിൽ പറയുന്നില്ല. അപ്പോൾ ഈ ഉമ്മ വലിയ പ്രശ്നക്കാരിയല്ല എന്നാണ് എനിക്ക് അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാലക്കാടായതുകൊണ്ട് തന്നെ ഇവളെ അറിയുന്ന കുറച്ച് ആളുകളൊക്കെ എനിക്ക് അറിയാവുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉമ്മ വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല എന്നാണ് പറയുന്നത്. ഇവളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഈ ഉമ്മ ഇത്രത്തോളം ഇതാവുന്നത് എന്നാണ് പറയുന്നത്. ഈ പുള്ളിക്കാരി വെറും സൈക്കോ വില്ലനും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു, അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു.
പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞു നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കള്ളക്കഥകളൊന്നും പറയേണ്ടത്. ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് കള്ളക്കഥകളൊന്നും ഒരു ഇതും പറഞ്ഞിട്ടില്ല. അതുപോലെ TT ഫാമിലിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കള്ളക്കഥകൾ. പിന്നെ നമ്മുടെ തമ്പനയിൽ ഇടും, തമ്പനയിലില്ലല്ലോ, അവർ ആ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ടാണ് നമ്മളത് റിയാക്ഷൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല. തമ്പനയിൽ അത് നമ്മൾക്ക് എന്തും എഴുതാം, തമ്പനയിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ തമ്പനയിൽ കണ്ടിട്ട് ആരും വിലയിരുത്തേണ്ട, ഫുൾ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താണോ അത് കണ്ടിട്ടാണ് നിങ്ങൾ വിലയിരുത്തേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കണ്ടിട്ട് വിലയിരുത്തിയിട്ട് കുറ്റപ്പെടുത്താൻ വരരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പോടി വാടി എന്നൊക്കെ പറയുന്നത് കേട്ടു. പോടി വാടി എന്നൊന്നും പറയാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും അല്ല എനിക്ക് ചിലവിനെടുത്ത് തരുന്നത്. പോടി വാടി എന്നൊന്നും ഈ ഇതിൽ വന്നിട്ട് പറയണ്ട. നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക, അത്രയേ ഉള്ളൂ. സ്കിപ്പിംഗ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പം കാണാൻ താല്പര്യമുള്ളവരുണ്ട്, എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഷാജിദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് കേട്ടു നോക്കൂ. എന്താണ് ഷാജിദയുടെ നാടകം തുടരട്ടെ. ഇനി അധികമായിട്ടൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നാളെ എനിക്കെതിരെ ഇനി വലിയൊരു സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷൻ ആയിട്ട് വരെ. അതുകൊണ്ടാണ് ആരും ഇവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പൊ കൈസും പറഞ്ഞു കേട്ടില്ലേ, എന്താ പറയുക, നാടകമാണ് ഇത്, ലാസ്റ്റ് വേറൊരു രീതിയിലും എന്നെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് ഇവരെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ശരിയാണ്, പുള്ളിക്കാരെ പീഡിപ്പിച്ചെന്ന് വരെ പറയാൻ മടിക്കാത്തൊരു പ്രകൃതമാണ് പുള്ളിക്കാരുടെ. അപ്പൊ എന്തായാലും എന്താ പറയുക, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുക. ഷാജിദയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.